ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് വന്ന് കുറച്ച് നേരം നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണിപ്പോൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എന്തായാലും ഈ ഒരു ഡിസംബർ ജനുവരി മാസം മാത്രമേ കാണുള്ളൂ ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേറ്റേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്തൊക്കെയായി നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ? വീട്ടിൽ സ്റ്റാറൊക്കെ വെച്ചോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ രാവിലെ തന്നെ ഞാൻ ആമിയെ സ്കൂളിൽ വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഒരു ടോപ്പ് ഞാനൊന്ന് ആൾട്ടർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു റയോൺ ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിലാണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് എനിക്കൊന്ന് ടൈറ്റും കൂടി ആയിട്ടുണ്ട്. കുറച്ച് എനിക്കൊന്ന് വണ്ണം വെച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ലൂസായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ആ ഒരു ടോപ്പ് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ പൊളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്യുകയാണ്. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര മടിയാണ് സ്റ്റിച്ചിങ് ചെയ്യാനൊക്കെ. ഇന്നെന്തോ രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യണമെന്നുള്ളൊരു കൊതി തോന്നി. അങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു ഡ്രസ്സൊന്ന് ആൾട്ടർ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സ് ഒന്ന് ഇടാമല്ലോ. അപ്പോൾ എന്നും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. സാധാരണ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ലല്ലേ ലൈഫ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ സർപ്രൈസുകളും കുറേ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന ചില ദിവസങ്ങൾ കാണും. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ദിവസം കൂടിയായിരിക്കും. നമ്മൾ ഒരിക്കലും മറക്കാത്ത ചില ദിവസങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളത് അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കുറേ അധികം നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഈ ഒരു രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരയ്ക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് ഇത്രയും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്ന സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്താണ് സംഭവം എന്നൊക്കെ വഴിയേ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ പുറത്തൊക്കെ ഒന്ന് ബേർഡ്സിനെയും ചെടികളെയും മരങ്ങളെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ്ഡ് ആവും. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളതാണ്, വീട്ടമ്മമാർ പ്രത്യേകിച്ചും. കാരണം 4 ചുവരുകൾക്കുള്ളിലിരിക്കുന്ന വീട്ടമ്മമാരാണ് കൂടുതലും. അപ്പോൾ അവർക്ക് പുറത്തൊന്ന് നോക്കി ഒന്ന് കാമായിട്ട് നിൽക്കാൻ പോലും സമയം കിട്ടാറില്ല എന്ന് പലരും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ തോന്നും. കുറച്ച് കാമായിട്ട് കുറച്ച് നിശബ്ദമായിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വേറൊന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടും പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നി. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ആഹാരം കൂടി ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഹസ്ബൻഡിൻ്റെയും മോളുടെ ഇഷ്ടത്തിന് മാത്രമൊന്നും ഞാനങ്ങനെ കുക്ക് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എല്ലാവരുടെയും അനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ നമുക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം മാറ്റി വെച്ച് സമയം കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സ്നാക്കോ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഒരു ദിവസം നമ്മുടെ ഇഷ്ടത്തിനും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. നമ്മുടെ ലൈഫ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ. അങ്ങനെയൊന്നും ഒരു ചിന്ത ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വന്നിട്ട് തുണികൾ കഴുകാനായിട്ട് ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എന്തായാലും പാത്രം കൂടി കഴുകി വയ്ക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു പാത്രം കഴുകൽ. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ മടിച്ചുകളായിട്ടുള്ള വീട്ടമ്മമാരും കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും മ്യൂസിക് കേൾക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വീട്ടിൽ ഇതുപോലെ യൂട്യൂബിൽ രാവിലെയും വൈകുന്നേരവും ഈ ഒരു മ്യൂസിക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിലാണ് വെക്കുന്നത്, മന്ത്രങ്ങളാണ് കൂടുതലും വെക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാം മ്യൂസിക് അല്ലെങ്കിൽ ഇതുപോലെ ലുലബി അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കേൾക്കാം. ഭയങ്കര ക്വയറ്റായിട്ട് ഇരുന്ന് കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ അങ്ങനെ എന്തായാലും ഇന്ന് എനിക്ക് രാവിലെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് മ്യൂസിക് മാത്രം വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ തലേ ദിവസം നമുക്ക് കുറച്ച് ചൂര മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ തലേന്ന് തന്നെ കറി വെച്ചു. പിന്നെ ബാലൻസ് ഉള്ളത് ഒന്ന് വറുത്തെടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ അതിന് വേണ്ടുന്ന മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ ഒരു ലെമൺ മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂര മീനായത് കൊണ്ടാണ് ലെമണൊക്കെ ഞാൻ ചേർത്തത് കേട്ടോ. കുറച്ചൊന്ന് കഷ്ണം കുറച്ച് കട്ടിയുള്ളതല്ലേ, അതുകൊണ്ടാണ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ആമയ്ക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ രസവും പൊട്ടറ്റോ ഫ്രൈയും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് ഈ വറുത്ത മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കും. ഇന്ന് അവൾക്ക് വൈകുന്നേരം ട്യൂഷനും കൂടി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ അങ്ങനെ ഞാൻ അധികം മീൻ അവൾക്ക് കൊടുത്ത് വിടാറില്ല. മുട്ടയൊക്കെ വറുത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ മീൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. മീനും മുട്ടയൊന്നും കൊടുത്ത് വിടാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയിപ്പോൾ ജോലിയൊന്നും ഇല്ല കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചണിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടേക്കുന്നുണ്ട്, അതവിടെ ഡ്രൈ ആയിക്കോളും. അപ്പം ഞാൻ എന്തായാലും വന്നിട്ട് ഈ ഒരു ചെറിയ നമ്മുടെ സ്റ്റോർ റൂമില്ലേ, ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനങ്ങനെ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഷെൽഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒരു 6 മാസം മുന്നേ, ഒരു 3-4 മാസം മുന്നേ ഞാൻ നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാൾപേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇനി ഒരു റോളും കൂടി ഇരിപ്പുണ്ട്. ഒന്നിൻ്റെ ബാലൻസും പിന്നെ ഒരു റോള് മുഴുവനായിട്ട് ഇരിപ്പുണ്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ നമ്മുടെ റൂമിൽ ഒരു ചുവരിലാണ് ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരുന്നത് കൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ മേൽ പോർഷനിലൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. മൊത്തത്തിൽ വേണമെന്നെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷേ അതിൻ്റെ സൈഡിലുള്ള പോർഷനൊക്കെ വുഡ് ടെക്സ്ചറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹസ്ബൻഡിൻ്റെ വല്യമ്മ തന്നിട്ടുള്ള ഒരു ഷെൽഫാണ് ഇത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞങ്ങൾ പുതിയ ഷെൽഫ് മേടിച്ചപ്പോഴും ഇത് മാറ്റാത്തതിൻ്റെ കാരണം നല്ല ഷെൽഫാണ് കേട്ടോ. അത് വേറെ പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പോൾ എന്തായാലും ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചെടുത്തു. നല്ല ക്ലീനായിട്ടൊന്നും ഒട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഓർഗനൈസേഴ്സിലൊക്കെ ഓരോന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നല്ല അടുക്കും ചിട്ടയായിട്ടൊക്കെ വൃത്തിയാക്കി വെക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്കിനിയിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കുട ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വെച്ചത്. വലിയ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ടല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തുണികളൊന്ന് മടക്കി വയ്ക്കാമെന്ന് ഓർത്തു. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. കുറേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന തുണികളാണ്. എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴത്തേക്കൊണ്ട് എനിക്കൊരു പാഴ്സൽ വന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കൊണ്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊന്നും ഞാൻ പുറത്തെഴുതിയിരിക്കുന്ന ഒന്നും വായിച്ച് നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായി ആരാണ് ഇത് അയച്ചതെന്ന്.
എന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ക്രിസ്മസ് ഗിഫ്റ്റാണ്. പിന്നീടാണ് ഞാൻ അതിൻ്റെ പുറം വശം നോക്കിയപ്പോഴത്തേക്കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യയാണ് എനിക്ക് അയച്ചേക്കുന്നത്. ശരിക്കും ഞാൻ ഭയങ്കര ഷോക്ക്ഡായി പോയി കേട്ടോ. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതാണ്, ഡെയിലി ഞങ്ങൾ വാട്സാപ്പിൽ സംസാരിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഗിഫ്റ്റ് വരുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് കണ്ണൊക്കെ നിറഞ്ഞ് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എനിക്കിതുപോലൊരു ഗിഫ്റ്റ് ഓണത്തിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അഞ്ചു എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ചാനലിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർഷം ഞാൻ പുറകിലോട്ട് പോയതുപോലെ തോന്നി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നമുക്ക് വീട്ടിൽ വരുമെന്നുള്ളത്. അപ്പോൾ അവൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള സാധനങ്ങൾ നോക്കിയത് നിങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നിമിഷം ദൈവത്തോട് തന്നെ നന്ദി പറയുന്നതാണെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇത്രയും നല്ല 2 ഫ്രണ്ട്സിനെ തന്നതുകൊണ്ട്. അവരിപ്പോൾ എനിക്ക് വില കൂടിയ ഗിഫ്റ്റുകൾ മേടിച്ച് തന്നതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും എൻ്റെ കൈപിടിച്ച് കൂടെ നിന്നിട്ടുള്ള 2 പേരാണ് ഇവർ. ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും അവളും ഹാപ്പിയാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളിനാണ് നമുക്ക് മനസ്സറിഞ്ഞൊരു സമ്മാനം തരാനായിട്ട് പറ്റുന്നത് അല്ലേ. അവിടെ ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ വിദ്വേഷമോ അതൊന്നും ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാളിന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തോന്നത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ചു ആയാലും സൂര്യ ആയാലും 2 പേരും എനിക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരുന്ന കാണുമ്പോഴത്തേക്കും കുറേ വർഷം പുറകിലോട്ടാണ് ഞാൻ പോകുന്നത്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ്, പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്ത് നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. പക്ഷേ ഇതെന്തോ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. ഞാനിത് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, എനിക്കറിയാൻ വയ്യ എന്താണ് പറയേണ്ടതെന്ന്. ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി. ആഫ്റ്റർ മാരേജ് നമുക്ക് ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ മനസ്സിലാക്കുന്നൊരു സുഹൃത്ത്, നമ്മുടെ ഏത് കഷ്ടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ കൂടെ നിൽക്കുന്നൊരു സുഹൃത്ത്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് അയച്ചു തന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് സൂര്യയോടും ഹസ്ബൻഡിനോടും മോളോടും. അപ്പോൾ സൂര്യയുടെ ഹസ്ബൻഡിനാണ് ഇതിന് ഫുൾ ക്രെഡിറ്റ് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാണ് ഇതൊക്കെ മേടിക്കാനായിട്ട് കൊണ്ടുപോയതും എല്ലാം മേടിച്ചതും. അവർ 2 പേരും കൂടി പോയി എല്ലാം സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറിയർ അയച്ചു. അപ്പോൾ ഹസ്ബൻഡ് അത്രയും നല്ലൊരാളായത് കൊണ്ടാണ് അവൾക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു ഹസ്ബൻഡിനെ അവൾക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അവളുടെ ഹസ്ബൻഡാണ് എനിക്ക് ഈ 2 ബുക്സും കൂടി സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഞാൻ വായിക്കുന്നതിൻ്റെ ഒരു ശീലം തുടങ്ങിയത് തന്നെ അവൾ വഴിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എന്നെ വായിക്കാനായിട്ട് കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അവൾ. ജീവിതത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ നല്ല കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന, നമ്മളെ നല്ലത് പറഞ്ഞ് കൂടെ ചേർക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ എന്നും ഒരു സ്ഥാനം കൊടുക്കണം. ഒരിക്കലും നല്ല സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും കൈയൊഴിയാനായിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ദുഃഖത്തിലും നമുക്ക് കരകയറാനായിട്ട് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് സൂര്യയെ ഞാൻ കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ വഴി തന്നെ കുറേ പണികൾ മേടിച്ച് കൂട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ അങ്ങനെ അവർക്ക് കൊടുത്ത പ്രാധാന്യമോ അല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടതുപോലെയൊന്നും ആയിരുന്നില്ല പിന്നീട് എന്നോട് ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അത്തരക്കാരെയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ലൈഫിൽ എന്തിനല്ലേ, അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി തന്നെ നിർത്തുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ ഒരു പണിയൊക്കെ കിട്ടിയതിന് ശേഷം എനിക്കിനി ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, എനിക്കിനി ഒരു നല്ലൊരു സുഹൃത്ത് വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാൾ വിഷമിച്ച് നടന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സൂര്യ എൻ്റെ ലൈഫിലേക്ക് വരുന്നതും അഞ്ചു എൻ്റെ ലൈഫിലേക്ക് വരുന്നതും. അപ്പോൾ ഇവർ 2 പേരും എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്.
ആണ്. അപ്പോൾ എന്തായാലും സൂര്യയോടും ഹസ്ബൻഡിനോടും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നറിയാം. നന്ദി വാക്കുകൾ കൊണ്ടൊന്നും ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്കും ഈ ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ എന്നൊന്ന് പറയണേ. മാത്രമല്ല നിങ്ങൾക്കും ഇതുപോലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളും ചെറിയ ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ട് സമ്മാനിക്കുക. തിരിച്ച് അവരിൽ നിന്നും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹ ആദരവാണല്ലേ ഓരോ സമ്മാനവും. നമ്മുടെ വീടിനുള്ളിൽ അത് എവിടെ വെച്ചാലും അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഒരു അകൽച്ച തോന്നും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ പിണക്കം പോലും നമുക്ക് തോന്നത്തില്ല. കാരണം അത്രയും സ്നേഹത്തോടെ അവർ നമുക്ക് തന്നതാണ്. ആ ഒരു ചെറിയ സമ്മാനം കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം മറന്നു പോകും. അങ്ങനെ ഈഗോയും ഒന്നും ഇല്ലാതെ നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇതിനിടയിൽ ഞാൻ ചോറൊക്കെ കഴിച്ചു, മീനൊക്കെ വറുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ബോഗൺവില്ല ഫിലിം കാണാമെന്ന്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഇതേ അടുത്ത സർപ്രൈസ്. അതിലെ ഒരു സീനിലാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ഇക്കിഗായുടെ പുസ്തകം വായിക്കുന്നൊരു സീനാട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഷോക്ക്ഡായി പോയി. 3-4 തവണ ആ സീൻ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. കാരണം ഇക്കിഗായുടെ പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കിഗായി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. ആമി ഇതിനിടയിൽ സ്കൂൾ വിട്ട് വന്നിട്ട് അവളെ ഞാൻ ട്യൂഷന് വിട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് കൊണ്ടുപോയേക്കുവാണേ. അപ്പോൾ ഞാൻ മേലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗാർഡനിൽ പച്ചക്കറികളൊക്കെ വളർന്നിട്ടുണ്ട്. പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേനും പാവയ്ക്ക മാത്രമേ ഉള്ളൂ. 1-2 എക്സ്ട്രാ കൂടി വന്നിട്ടുണ്ട്. കുറച്ച് പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുതിനയൊക്കെ ഒന്ന് നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ വന്നിട്ട് തനിയെ വന്ന് ടെറസിൻ്റെ മേലെ വന്ന് കുറേ നേരം നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സന്തോഷങ്ങൾ ആ ദിവസം തന്നെ നമ്മളെ മാറ്റിമറിക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ നേരം എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അതിൽ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ പാഴ്സൽ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. അത് വന്നതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എന്തായാലും ചെടികളെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നോക്കിയൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ വിരിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ തുണികളും ഞാൻ വിരിച്ചില്ല. നമ്മുടെ തുണികളൊക്കെ ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഞാൻ ശരിക്കും ഈ ഗിഫ്റ്റിൻ്റെ പുറകെ പോയതുകൊണ്ട് പിന്നെ ഞാൻ തുണി വിരിക്കാനായിട്ട് മറന്നു പോയതാണ്. പിന്നെ അങ്ങനെ ഞാൻ വന്നിട്ട് തുണിയും കൂടി വിരിച്ചിട്ട് താഴേക്ക് പോകാമല്ലോ എന്ന് ഓർത്തേട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ സൂര്യ തന്നിട്ടുള്ള എല്ലാ ഗിഫ്റ്റും വീടിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ TV യൂണിറ്റിൻ്റെ അവിടെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഷോക്കേസിലും. അപ്പോൾ ആമിക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് ആ ഒരു പിങ്ക് കളറിലുള്ള പാവ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്, ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളും അതുപോലെ അവൾ തന്നിട്ടുള്ള ഗിഫ്റ്റും എല്ലാം കൂടി ഒരിടത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ മൊത്തത്തിലൊരു ആകെ ഒരു ഒരു ക്രിസ്മസ് വൈബ് വന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.